ഹലോ, എൻ്റെ സ്നേഹം നിറഞ്ഞ കനാനായ ബ്രോകൾക്ക് ഒരു സ്നേഹ ഊഷ്മളമായ ഒരു സ്നേഹ സന്ദേശം ആദ്യം തന്നെ പറയുന്നു. ഞാനിപ്പോഴിങ്ങനെ ലൈവിലേക്ക് വരാൻ കാരണം, ഇന്ന് രാവിലെ നല്ലൊരു പ്രഭാതത്തിൽ വെറുതെ എഴുന്നേറ്റ് ഫേസ്ബുക്ക് ഒന്ന് ഓൺ ചെയ്തപ്പോൾ നമ്മുടെ ഒരു സഹോദരൻ പാറയിൽ ഏലിയാസ് കുട്ടിയുടെ ഒരു മെസ്സേജ് ഞാൻ കേൾക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് അതിനകത്ത് 3-4 കാര്യങ്ങൾ പ്രധാനമായിട്ടും പ്രതിപാദിച്ചിട്ടുണ്ട്. അത് മറ്റുള്ളവർക്കൊന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനകത്ത് പ്രധാനമായിട്ടും ആദ്യമേ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് നമ്മളെ മേഖല തിരിച്ചു, അത് വിടട്ടെ. അതിലും ഉപരിയായിട്ട് പറഞ്ഞൊരു കാര്യം ഇതാണ്. ഞാൻ ആദ്യത്തെ പോർഷൻ, രണ്ടാമത്തിലേക്ക് വരാൻ ഞാൻ. നമ്മുടെ പരിശുദ്ധ പാത്രീയർഗീസ് ബാവ അനൗദ്യോഗികമായിട്ട് കേരളത്തിൽ വന്നു. മഞ്ഞിനിക്കരയിലെ 10 ദിവസത്തോളം താമസിച്ചു. അദ്ദേഹം വന്നത് ധ്യാനം ഇരിക്കാനാണ് വന്നത്. അതായത് ധ്യാനം എന്ന് പറയുമ്പോൾ നമ്മൾ പറയും, നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ ഉപവാസത്തിന് വന്നാണ്. ആ കാലയളവിൽ നമ്മുടെ കേരളത്തിലുള്ള പല വിവിധ മേഖലകളിലുള്ള മേലധ്യക്ഷന്മാർ, അതായത് കത്തോലിക്ക സഭയുടെ മേലധ്യക്ഷൻ, മർത്തോമാ സഭയുടെ മേലധ്യക്ഷൻ, അങ്ങനെ എല്ലാ മേലധ്യക്ഷന്മാരും പരിശുദ്ധ ബാവായെ കാണാനായിട്ട് സന്ദർശിക്കാനായിട്ട് ചെന്നിരുന്നു എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കനാനായ സഭയുടെ മേലധ്യക്ഷനായിരിക്കുന്ന സേവ്യറിയോസ് തിരുമേനി ചെന്നില്ല. സേവ്യറിയോസ് തിരുമേനിയെ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് ഏലിയാസ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നമ്മുടെ കനാനായ സഹോദരങ്ങളോട്, എൻ്റെ സഹോദരങ്ങളോട് അവരുടെ അറിവിലേക്ക് പറയട്ടെ. നമ്മുടെ സേവ്യറിയോസ് തിരുമേനി ഏത് രീതിയിലാണ് അവിടെ ചെന്നെത്താൻ സാധിക്കുന്നത്? അതായത് ഏലിയാസ് കുട്ടി പറഞ്ഞതനുസരിച്ച് എല്ലാ മേലധ്യക്ഷന്മാരും അവരുടേതായ ആ ഒഫീഷ്യലി ആണ് ചെന്നിരിക്കുന്നത്. സേവ്യറിയോസ് തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനം ഉരിയപ്പെട്ടവനായിട്ട്, അതായത് ഉരിഞ്ഞ് ഒന്നുമില്ലാത്ത അവസ്ഥയിലാക്കി, വൈദിക ശുശ്രൂഷയ്ക്കടുത്ത ഒരു കാര്യങ്ങൾ പോലും ചെയ്യാൻ അവകാശമില്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ ഉരിയപ്പെട്ടവനായിട്ട് കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സേവ്യറിയോസ് എന്ന് പറഞ്ഞ ആള്, അതായത് പാത്രീയർഗീസ് ബാവായുടെയും മറ്റ് ഇതര സഹായപത്രന്മാരുടെയും മുമ്പിൽ ഇടവഴിക്കൽ റോയിയാണ്. ഇടവഴിക്കൽ റോയിക്ക് ഒരു സഭയുടെ മേലധ്യക്ഷനെ പോയി കാണാനായിട്ടുള്ള പവറുണ്ടോ? ചെല്ലാൻ പറ്റുമോ? നമുക്കൊന്ന് ചിന്തിച്ചുകൂടെ? ചെല്ലാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവനായ ഇടവഴിക്കൽ റോയി, അദ്ദേഹം സേവ്യറിയോസ് തിരുമേനി എന്നുള്ള ആ ഒരു കനാനായ സമൂഹത്തിന്റെ മേലധ്യക്ഷനായിട്ട് പരിശുദ്ധ പാത്രീയർഗീസ് ബാവായിൽ നിന്ന് സ്ഥാനാരോഹണം ചെയ്യപ്പെട്ട് കേരളത്തിൽ വന്ന് കനാനായ സഭയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ആത്മീയ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ രീതിയിൽ ചെല്ലുകയാണെങ്കിൽ നഗ്നനായിട്ടല്ല ചെല്ലാൻ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ മനസ്സിലൊന്ന് ഓർക്കായിരുന്നു, ഇത് പരിശുദ്ധ പാത്രീയർഗീസ് ബാവ ഇത്രയും ദിവസം ഉപവസിച്ചപ്പോൾ പരിശുദ്ധന്റെ മേൽ ആ സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് ഒന്ന് ആവസിക്കണമായിരുന്നു. ഉറക്കത്തിലാണെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ക്രിയേഷൻ നടത്തിയിട്ട് ഉണർന്നു കഴിയുമ്പോൾ ബാവായിക്ക് ഒരു കാര്യം പറയായിരുന്നു: വാത്സല്യ മകനെ, എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്താണ് നിന്റെ പ്രശ്നം? അല്ലെങ്കിൽ നീ ഇങ്ങോട്ടൊന്ന് വരണം, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടൊന്ന് വരാം. എല്ലാ ഞായറാഴ്ചയും നമ്മൾ പള്ളിയിൽ പോയി മക്കളിൽ അപ്പൻ കൃപ ചെയ്വതുപോലെ, ഹാലേലുയ, മക്കളിൽ അപ്പൻ കൃപ ചെയ്വതുപോലെ, ഹാലേ ലുയ്യോ ഹാലേ, നമ്മൾ ദിവസം പാടുന്നത്. മക്കളിൽ അപ്പനാണ് കൃപ ചെയ്യുന്നത്, അപ്പനിൽ മക്കളല്ല. തിരുമനസ്സിന് പരിശുദ്ധാത്മാവിന്റെ ക്രിയേഷൻ വന്നിരുന്നു എങ്കിൽ നമ്മുടെ തിരുമേനിയെ ഒന്ന് വിളിക്കായിരുന്നു: മോനെ, എനിക്ക് നിന്നെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്, നിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയണം. ഇപ്പൊ തന്നെ നമുക്ക് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ. ഈ കൗൺസിലിംഗ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു കൗൺസിലിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് ആദ്യമേ ഒന്നുകിൽ ഭർത്താവിനെ തനിയെ കാണും, അത് കഴിഞ്ഞ് ഭാര്യയെ തന്നെ കൗൺസിലർ കാണും, പിന്നെ രണ്ടുപേരെയും കൂടെ ഇരുത്തി
കൗൺസിലിംഗ് ചെയ്യും. അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ വിഷയം 3 സഹായ മെത്രാന്മാരും വലിയ തിരുമേനി ഒറ്റയ്ക്കൊന്ന് കാണാമല്ലോ. രഹസ്യമായ രീതിയിൽ അനൗദ്യോഗിക വരവല്ലേ, എനിക്ക് മകനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ തീർച്ചയായിട്ടും ഓടിച്ചെന്നേനെ. പക്ഷേ ഓടിച്ചെല്ലണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്, മകൻ നഗ്നനായിട്ട് പോകാൻ പറ്റത്തില്ല. ഉരിയപ്പെട്ടതൊക്കെ ഉടുപ്പിക്കണം. ഉരിയപ്പെട്ടതല്ല ഉടുപ്പിക്കണം. ഉരിയപ്പെട്ടവരെ കൊണ്ട് തന്നെ ഉടുപ്പിക്കണം. പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, പിന്നെ ഒരു വിഷമുള്ള പാമ്പ് കടിച്ച് പോയാൽ, നല്ല വിഷകാരി വന്നാൽ കടിച്ചിട്ട് പോയ പാമ്പിനെ തിരികെ വരുത്തി ആ കടിച്ച മുറിവിൽ നിന്ന് വിഷം തിരിച്ചെടുക്കും. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആരെ കൊണ്ട് ഉരിയപ്പെട്ടോ ആ ഉരിയപ്പെട്ടവരെ കൊണ്ട് ഇത് ഉടുപ്പിക്കണം. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഈ ഉരിയപ്പെട്ട സംഭവം ഉടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ വിഷയം തീർന്നില്ലേ? അപ്പൊ ഉരിയപ്പെടുത്തിയവർ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ പ്രാപിച്ചിട്ട് അവര് പറയണം, ബാബാ തിരുമനസേ, ഞങ്ങള് 1.5 വർഷമായി ഞങ്ങളുടെ സഹോദരൻ ഉരിയപ്പെട്ടവനായിട്ട് നിൽക്കുന്നത് കണ്ട് ഞങ്ങൾ മടുത്തു. എങ്ങനെയെങ്കിലും ഞങ്ങൾ ക്ഷമാപണം പറയുന്നു. ഞങ്ങൾ ഒന്നായിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞങ്ങളോട് ക്ഷമിക്കണം. അപ്പച്ചന് ഞങ്ങളുടെ സഹോദരനെ ഉടുപ്പിച്ച് ഞങ്ങൾ 4 പേരും കൂടെ സന്തോഷമായിട്ട് ഇവിടെ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ആ കാര്യത്തിൽ ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് വരേണ്ടത് നമുക്ക് ആവശ്യമായിരുന്നു. അങ്ങനെയല്ലാത്തത്തോളം കാലം പ്രിയ ഏലിയാസൂട്ടിയോട് ഞാൻ പറയുന്നു, സേവ്യറിയൂസ് തിരുമേനിക്ക് അവിടെ ചെല്ലാൻ പറ്റത്തില്ല. സേവ്യറിയൂസ് തിരുമേനി അല്ല, അവരുടെ പ്രതീക്ഷയിൽ അതിന്റെ ഒരു വലിയ ഉദാഹരണമാണല്ലോ പുണ്യശ്ലോകനായ ക്ലീമീസ് തിരുമേനിയുടെ ശ്രാദ്ധത്തിന്റെ കുർബാന നടക്കുന്ന സമയത്ത് പാവം പിടിച്ച സേവ്യറിയൂസ് തിരുമേനി കയ്യസരി കൊടുക്കാനായിട്ട് ചെന്നപ്പോൾ ഉരിയപ്പെട്ടവനായതുകൊണ്ടല്ലേ തട്ടി നീക്കിയത്. ലോകം മുഴുവൻ അത് കണ്ടതാണ്. സഹായന്മാരുടെ അടുത്ത് സ്വന്തം മൂത്ത ചേട്ടൻ ഉരിയപ്പെട്ടവനായിട്ടുള്ള കയ്യസൂരി കൊടുക്കാനായിട്ട് യോഗ്യനല്ല എന്നുള്ള രീതിയിലാണ് തട്ടിക്കളഞ്ഞത്. നമുക്ക് അത് സഹിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ആദ്യമേ തന്നെ ഈ ഉരിയപ്പെട്ട വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പൊ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചോണ്ടേ പറഞ്ഞു, അത് അങ്ങനെ ഉടുപ്പിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഒറ്റ വാക്കിൽ സ്നേഹം ആണല്ലോ എല്ലാത്തിനും വേണ്ടത്. അപ്പൊ അത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് തീരാനുള്ളതേ ഉള്ളൂ. അവിടെ അന്ത്യോക്യയിലെ മലയാളിയായ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മലയാളിയായ ഒരു തിരുമനസ് അവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് ഇവിടുത്തെ കുറ്റങ്ങളും കുറവുകളും എല്ലാം പറഞ്ഞു കൊടുത്ത് ഈ പാത്രികീസ് ബാവയെ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെയാണല്ലോ ഉയർപ്പെട്ടു പോയത്. അതേപ്പറ്റി ഞാൻ വിശദീകരണം അടുത്ത എപ്പിസോഡിലോട്ട് വരാം. ഇത് ഇങ്ങനൊരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ നമുക്കിവിടെ വിഷയങ്ങളെല്ലാം തീരത്തില്ലേ എലിയാസൂട്ടി പിന്നെയും പഴയ കഥകളും പിന്നെയും പണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് റിപ്പീറ്റ് ചെയ്തത്. ഞാനൊരു 1/2 മണിക്കൂർ സമയത്തോളം കേട്ടു. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇത് ഞങ്ങൾ കേൾക്കുന്നവരുടെ സമയം കൂടെ പോവല്ലേ. ഞാൻ ഈ പറയുന്നത് തന്നെയാണ്. അപ്പോൾ ഏലിയാസൂട്ടി, നിങ്ങളടങ്ങുന്ന ടീം നിങ്ങൾ തീരുമാനിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. ജ്യേഷ്ഠനെ ജ്യേഷ്ഠനായിട്ട് കണ്ട്, വലിയ മെത്രാപ്പോലീത്തായിട്ട് കണ്ട്, സഹായ മെത്രാപ്പോലീത്തന്മാരായിട്ട് തന്നെ ഇരുന്ന് കുടുംബത്തിൽ സന്തോഷവും സ്നേഹവും വരുത്തി. ഇവിടെ ഇപ്പോൾ സഹോദരങ്ങൾ തമ്മിൽ മാനസിക ബുദ്ധിമുട്ട്, അമ്മായിപ്പനും മരുമോനും തമ്മിൽ മാനസിക ബുദ്ധിമുട്ട്, ആങ്ങളെയും പെങ്ങളും തമ്മിൽ മാനസിക ബുദ്ധിമുട്ട്, ഇതെല്ലാം ഉരുത്തിരിച്ചു വരുത്തിയിരിക്കുന്ന ആരാണ്? ഒന്നും ചിന്തിച്ചു നോക്കിയേ. ഇതിന്റെ എല്ലാം പിന്നിൽ ഈ ഉരിയപ്പെട്ടതാണ് വിഷയം. ഉടുപ്പിക്കുന്നതോടുകൂടി വിഷയങ്ങളെല്ലാം തീരും ഏലിയാസൂട്ടി. അതുകൊണ്ട് എനിക്ക് ഇതേപ്പറ്റി കൂടുതൽ പറയണമെന്നുണ്ട്. പക്ഷേ ഏലിയാസൂട്ടിയുടെ ആ ഒരു മെസ്സേജ് വളരെ ശോചനീയമായി പോയി, യാതൊരു അർത്ഥവുമുള്ളതല്ല. കാരണം അപ്രൈം സെമിനാരി എന്ന് പറയുന്നത് ക്നാനായക്കാരന്റെ ശിരസാണ്. അപ്രൈം സെമിനാരിയിൽ ആര് താമസിക്കുന്നുവോ, ഏത് മെത്രാച്ചൻ അവിടെ കഴിയുന്നുവോ, ആ അപ്രൈം സെമിനാരിയാണ് ക്നാനായക്കാരന്റെ കേന്ദ്ര ബിന്ദു. അത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ നിർത്തി. ഇനി ബാക്കി ഇതിന്റെ ഭാഗത്തെ പറ്റി പറയാം. അടുത്തത് നിങ്ങൾ ഉദ്ധരിച്ചൊരു കാര്യം ഞാൻ കേട്ടത്, ഓർത്തഡോക്സ് സഭയിലെ കാതോലിക്ക ബാവ അപ്രൈം സെമിനാരി സന്ദർശിച്ചു. ഏലിയാസൂട്ടിക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ടല്ലോ, ഇവിടെ ഞങ്ങളെ എക്യുമെനിക്കൽ എല്ലാവരും സ്നേഹമായിട്ട് സന്തോഷമായിട്ട് മേലധ്യക്ഷന്മാരെ സഹകരിക്കുന്ന ഒരു എക്യുമെനിക്കൽ യൂണിറ്റി അല്ലെങ്കിൽ ഒരു സംഘം ഇവിടെ പത്തനംതിട്ട ജില്ലയിലുണ്ട്. അതിന്റെ കേന്ദ്രം നിലയ്ക്കലാണ്. അവിടെ ഈ മേലധ്യക്ഷന്മാരെല്ലാവരും കൂടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായ സാഹചര്യത്തിൽ ഓർത്തഡോക്സിലെ പരമാധ്യക്ഷൻ, ഒന്ന് ആലോചിച്ച് നോക്കണം, കോടി ജനങ്ങളുടെ പരമാധ്യക്ഷനാ അദ്ദേഹം. സേവ്യറിയൂസ് തിരുമേനി എന്ന് പറയുന്ന ഒരു 45,000 അല്ലെ 50,000 പേരുടെ മേലധ്യക്ഷന. അപ്പോ ആ തിരുമനസ് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്, എനിക്ക് അപ്രൈം സെമിനാരിയിൽ, നിങ്ങളുടെ സെമിനാരിയിൽ ഒന്ന് വരണം, അരമനയിൽ ഒന്ന് വരണം. ആതിഥേയത്വ മര്യാദ നമുക്കുള്ളതല്ലേ? ശത്രുക്കളെ സ്നേഹിക്കണമെന്നല്ലേ കർത്താവ് പറഞ്ഞത്? സ്നേഹം
നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി സംസാരിക്കുന്നില്ല. സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല. പ്രത്യാശ, സ്നേഹം, വിശ്വാസം, അതിൽ വലുതല്ലോ സ്നേഹം. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ബൈബിളിന്റെ ഊന്ന് വാക്യങ്ങളായിരുന്നു മുഴുവൻ. അതായത് കാമ്പുൾപ്പെടുന്ന വാക്യങ്ങളാണ്. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. ഒന്നുകില്ലെങ്കിൽ നമ്മുടെ തൊട്ട അയൽവക്കത്ത് കഴിയുന്ന ഒരു ഭദ്രാസനത്തിന്റെ അധിപനാണ് അദ്ദേഹം. 1 കോടി ജനങ്ങളുടെ അധിപനാണ്. ആ ഒരു തിരുമനസ് നമ്മുടെ അരമനയിലേക്കൊന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരണ്ട എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ നമ്മള് സുവിശേഷ വേലയ്ക്കും പ്രേക്ഷിത വേലയ്ക്കും വന്നവരല്ലേ? അപ്പോൾ അത് സ്വീകരിച്ചു എന്നുള്ളതിൽ എന്തെങ്കിലും തെറ്റ് എന്റെ നോട്ടത്തിൽ വരുന്നില്ല. എന്നാൽ നമ്മുടെ സെർവറിയസ് തിരുമേനിയെ അധിക്ഷേപിച്ച അനേക രംഗങ്ങളുണ്ട്. ഒന്ന്, അവിടെ ലബനോനിൽ ചെന്ന് വെറും കർത്തവുപ്പായിട്ട് മാത്രം മാറ്റി നിർത്തത് നിങ്ങൾ മറന്നുപോയി കാണോ? ഫോട്ടോ എടുക്കാൻ നേരത്ത് മാറ്റി നിർത്തത് നിങ്ങൾ മറന്നുപോയോ? ഇവിടുത്തെ കോരഞ്ചേരി ബാവായുടെ കാതോലിക്ക ബാവായുടെ സംസ്കാര ചടങ്ങിന് ചെന്ന് ഒരു മൈക്ക് കൊടുത്ത് തക്സയുടെ ഒരു കൊച്ചു വാക്ക് പറയാൻ അനുവാദം കൊടുക്കാതെ നിന്ദിച്ചത് നിങ്ങൾ മറന്നുപോയോ? കഴിഞ്ഞ ശ്ലൈകിക വരവിൽ ക്ലീമീസ് തിരുമേനിയുടെ കബറുകൾ ദേറാപ്പള്ളി വരെ വന്നിട്ട് തൊട്ടടുത്ത് ജ്ഞാനായ സഭ ഭദ്രാസനത്തിൽ എന്റെ അധിപൻ സ്ഥാപിക്കുന്ന ഒരു വേലിക്കെട്ടിന്റെ അപ്പുറത്ത് ഒന്ന് ചെന്ന് കാണാതെ, അല്ലെ ഒരു സ്നേഹസംവാദം ചെയ്യാതെ മറ്റ് മെത്രാന്മാരെ അദ്ദേഹത്തെ തള്ളി മറിച്ചുകൊണ്ട് പോയില്ലേ? ഇതൊക്കെ ആരുടെ നെഞ്ചത്തോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളൊന്ന് ഓർത്തു നോക്കണം. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഓരോ കാര്യങ്ങളും നിങ്ങൾ ഓർക്കണം. പരിശുദ്ധൻ തീർച്ചയായിട്ടും മൂത്ത മകനാണെന്നുണ്ടെങ്കിൽ അവിടെ വരണമായിരുന്നു. സഹോദരങ്ങൾ പറഞ്ഞു കേൾക്കാൻ. അങ്ങനെ സഹോദരങ്ങൾ എല്ലാ രീതിയിലും ഈ അനിയന്മാരെ പാത്രികീസ് ബാവായിൽ നിന്നും മാറ്റി നിർത്തുകയാണ്. അങ്ങനെ നിന്നയുടെ പാത്രമാക്കാനായിട്ട് ജ്ഞാനായ മക്കൾക്ക് അങ്ങനെ അധികം മെത്രാച്ചന്മാരൊന്നും ഇല്ല. ഉള്ള മെത്രാച്ചൻ അത് നിന്ന പാത്രമല്ല. ഞങ്ങൾ ബഹുമാനിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠനായ, ഒരു സമയത്ത് പരിശുദ്ധനായിട്ട് തന്നെ വരും സെർവറിയസ് തിരുമേനി. എന്താണ് സംശയം? ഒരു സമൂഹത്തിന്റെ ഏറ്റവും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ്. അങ്ങനെ പരിശുദ്ധനായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. സംശയമില്ലാത്ത കാര്യമാണ്. ഈ പരിശുദ്ധനൊക്കെ ചെയ്തിട്ടുള്ള മെനകളെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമുണ്ട്. ആരും മറന്നുപോയിട്ടില്ലെന്ന് ഓർക്കണം. പരിശുദ്ധനെ നിങ്ങൾ എല്ലാവരും പരിശുദ്ധനായിട്ട് വാഴ്ത്തുന്നുണ്ടല്ലോ. പരിശുദ്ധന്റെ പ്രത്യേക സാഹചര്യത്തിൽ മറക്കാത്ത 1-2 കാര്യങ്ങൾ ജനത്തിന് അറിയാം. അതായത് ഭൂമിയിൽ ഒരു മനുഷ്യൻ ജനിച്ചു വീണാൽ അവന് ഏറ്റവും അവസാനം ഒരു നല്ല ശവസംസ്കാര ശുശ്രൂഷ കിട്ടിയില്ല എങ്കിൽ ഗർഭം അലസിപ്പോയ പിണ്ടത്തിന് തുല്യം എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. എലിയാസുട്ടിക്ക് അത് മനസ്സിലാക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗർഭം അലസിപ്പോയ പിണ്ടത്തിന് തുല്യം. അതായത് ലെബനോനിൽ നിന്ന് 2 തിരുമേനിമാരെ നഷ്ടപ്പെട്ടു പോയല്ലോ. അവര് നാളിതുവരെ ഭൂമിയിൽ ജീവനോടുണ്ടോ? അവർ മരിച്ചോ? അവരുടെ പേരിൽ ഒരു പ്രാർത്ഥന പോലും നടത്താനായിട്ട് ഇവിടെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇതിന്റെയൊക്കെ സത്യാവസ്ഥകൾ എവിടാണ് നടന്നെന്നുള്ളത് സ്വർഗത്തിലെ ദൈവത്തിനറിയാം. അവർക്ക് വേണ്ടി ഒരു ശവസംസ്കാര ശുശ്രൂഷ നടത്താൻ പറ്റിയിട്ടുണ്ടോ? അവർ എന്ത് ചെയ്യുന്നെങ്കിലും തിരക്കിയിട്ടുണ്ടോ? അതുകൊണ്ട് കൂടുതൽ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കേണ്ട. എല്ലാവരുടെയും മനസ്സിൽ കാര്യങ്ങൾ കിടപ്പുണ്ട്. എവിടെയാണ് പരിശുദ്ധിയും ആത്മാവും ഉള്ളതൊക്കെ നമുക്കറിയാം എല്ലാവർക്കും. അതുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾ സ്നേഹത്തിന്റെ ഭാഷയിൽ പോകുന്നതാണ് നല്ലത്. നമുക്ക് സമാധാനമായിട്ട് പോകാം. സഹായന്മാരായിട്ട് തന്നെ ഇരിക്കട്ടെ. അവർക്ക് മേഖലകളൊക്കെ തിരിച്ച് നമ്മൾ കൊടുക്കും. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കേ. അസോസിയേഷനിൽ ഭൂരിഭാഗം കൈക്കലാക്കി എന്നൊക്കെ മെസ്സേജ് പറയുന്നുണ്ട്. ഓക്കെ, അതൊരു 5 വർഷത്തെ കാര്യമല്ല ഉള്ളൂ. ഇപ്പൊ 2.5 വർഷമായല്ലോ. ആ 2.5 വർഷം നിങ്ങൾ അങ്ങ് സഹിക്കേ. അടുത്ത പ്രാവശ്യം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളിനെ എലക്ട് ചെയ്യും. അപ്പൊ വിഷയം തീരുമല്ലോ. പിന്നെ അതുപോലെ അടുത്തത് പറഞ്ഞത് വേറൊരു സംഭവം കേട്ടു. കോട്ടയത്ത് ക്രിസ്മസ് ദിനത്തിന്റെ അന്നാണോ മറ്റോ 2 ടൂറിസ്റ്റുകളെയും കൊണ്ട് ഓർത്തഡോക്സിലെ ഒരു വൈദികൻ തന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെയും സ്നേഹത്തിന്റെ ഭാഷയല്ലേ നമുക്ക് വേണ്ടത്? ഒരാചാര്യൻ വന്നു കഴിഞ്ഞാൽ അതൊരു സീനിയർ വൈദികൻ വന്നു കഴിഞ്ഞാൽ അന്മേനികളുടെ കൂട്ടത്തിലാണോ ഏലിയാസൂട്ടി നിർത്തേണ്ടത്? ഇതിനൊക്കെ ഒരു ലോജിക്കില്ലേ ഏലിയാസൂട്ടി? അവിടെ എന്തെങ്കിലും എന്നാ ഓർത്തഡോക്സ് സഭയിലോട്ട് കോട്ടയം പള്ളി എന്നെ ചേർക്കാൻ വേണ്ടിയാണോ പോയത്? അല്ലല്ലോ. അങ്ങനല്ലോ. നമുക്ക് ചിന്തിക്കാമല്ലോ. സ്നേഹത്തിന്റെ ഭാഷയാണ് അവിടെ ചെയ്യേണ്ടത്. നമുക്ക് സ്നേഹമാണ് എല്ലാവർക്കും വേണ്ടത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിൽ സന്തോഷത്തിൽ സഹകരിച്ചു പോവുക. പിന്നീട് ഞാൻ
കേട്ടു, പിന്നെയും കേട്ടു സഭാചരിത്രത്തെ പറ്റിയൊക്കെ വീണ്ടും വിവരിക്കുന്നു. സഭാചരിത്രം എന്ത് സഭാചരിത്രമാണ് കിടക്കുന്നത്? യഹൂദ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ യഹൂദ ക്രിസ്ത്യാനികൾ തന്നെയാണ്. ജെറുസലേമിൽ നിന്നല്ല ഇങ്ങോട്ട് വന്നത്. ഇസ്രായേലിൽ നിന്ന് അവിടെ യുദ്ധങ്ങളും ശ്രുതികളും ഉണ്ടായ സമയത്ത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അവിടുന്ന് പലായനം ചെയ്ത് സിറിയയിലേക്ക് പോയി, അന്ത്യോക്യയിലേക്ക് പോയി. ആ അന്ത്യോക്യയിൽ ചെന്ന് അവിടെ നാളുകൾ കഴിഞ്ഞ് അവിടെ നിന്നുള്ള പരമ്പരകളാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അത് സത്യമുള്ള കാര്യമല്ലേ? അതിനകത്ത് തെറ്റൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടൊക്കെ വ്യത്യാസം വരും. ഇതൊന്നും നമ്മുടെ സഭയിലെ നമ്മുടെ സ്നേഹത്തിന്റെ വിഷയങ്ങളിലേക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങളല്ല. നിങ്ങൾ തിരുമൂലയില് ഒരു സംഗമം നടത്തി, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതെങ്കിലും പള്ളികളുടെ ഒരു പ്രസ്താവനയെങ്കിലും വായിക്കാൻ പറ്റിയോ? നിങ്ങൾ 5000 പേരൊക്കെ കൂടി എന്ന് പറഞ്ഞു, സന്തോഷം. പക്ഷെ ഒരു വീട്ടിൽ നിന്ന് ചേട്ടൻ പോയി, അനിയൻ പോയില്ല, അനിയന്റെ മക്കൾ പോയില്ല. അതൊക്കെയാണോ നമ്മുടെ യൂണിറ്റിയുടെ ഒരു പ്രത്യേകത? എന്നാൽ 18-ാം തീയതി നടക്കുന്നതിന്റെ ആ മീറ്റിംഗിന്റെ ഉദ്ദേശം തന്നെ ക്നാനായ ദിനമാണ്. ക്നാനായ രക്തം ശിരകളിൽ കൂടെ ഓടുന്ന ഏതൊരു വ്യക്തിയുടെയും അവകാശത്തിൽപ്പെട്ട ഒരു ദിവസമാണ് അന്ന്. ആ അവകാശത്തിൽ എല്ലാവരുടെയും സഹകരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുക. ഒരുപക്ഷെ അന്നത്തെ ദിവസം കൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ സാധ്യതയുണ്ട്, എല്ലാ വിഷയങ്ങളും പറഞ്ഞു തീരാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് ഒരുമിച്ച് പോകാം, അതല്ലേ നല്ലത്. ക്നാനായ ദിനം എന്ന് പറഞ്ഞാൽ ഒരു ക്നാനായ മകൻ അല്ലെങ്കിൽ മകൾ അവരുടെ അവകാശത്തിൽപ്പെട്ട ദിവസമാണ് ക്നാനായ ദിനം. പിന്നെ സീനിയർ മെത്രാപ്പോലീത്തയുടെ 22ാമത്തെ വൈദിക അല്ലെങ്കിൽ ശ്രേഷ്ഠ ആ ജീവിതത്തിന്റെ ഒരു പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിട്ട് 22 വർഷമാകും. ആ 22 വർഷത്തിൽ അതിൻ്റെതായ ഒരു ആഘോഷം നടത്തുക, സെലിബ്രേഷൻ നടത്തുക എന്നുള്ളത് മക്കളുടെ ഒരു ആഗ്രഹമല്ലേ? അതിനകത്ത് എന്താണ് തെറ്റിരിക്കുന്നത്? എല്ലാവരുടെയും നമുക്കതുപോലെ ആഘോഷിക്കാമല്ലോ. പക്ഷേ എല്ലാവരും അറിഞ്ഞ് സ്നേഹത്തിന്റെ ഭാഷ മാത്രം നമ്മുടെ മുൻപിൽ വന്നാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. ഇനിയും കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. എനിക്ക് വേറൊരു സഹോദരൻ എന്റെ പേര് പറഞ്ഞ് കുറച്ച് മെസ്സേജ് ഇട്ടായിരുന്നു. കാരണം ഇവിടെ തോട്ടത്തിലെ തേക്കുന്നടി വിറ്റതിനെ പറ്റിയും ഒക്കെ പറഞ്ഞു. അതൊക്കെ ഞാൻ അടുത്തൊരു മറുപടി സാവകാശം തരാം എന്ന് വിചാരിക്കുന്നു. കാരണം ഞാനിതേപ്പറ്റി കൂടുതൽ ചിന്തിക്കുകയും അതിനെപ്പറ്റി നല്ല രീതിയിലുള്ള എല്ലാവരുടെയും അഭിപ്രായങ്ങൾ മനസ്സിലാക്കി ചെയ്യണമെന്നും ആഗ്രഹമുള്ളവന്. അത് ആ രീതിയിൽ പോകണം. നമ്മളെ വീണ്ടും ഭിന്നമാക്കാതെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് പോകുന്നതല്ലേ എലിയാസൂട്ടി നല്ലത്. എലിയാസൂട്ടി ഈ രീതിയിലൊക്കെ പറഞ്ഞ് കഥകളും പറഞ്ഞ് അതൊരു ശരിയായ നീക്കമല്ല എന്നുള്ളതാണ് ഞാൻ രാവിലെ നിങ്ങളുടെ മെസ്സേജ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് സമാധാനമായിട്ട് പോകാം, സന്തോഷമായിട്ട് പോകാം. ഓക്കെ, താങ്ക് യു.